എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ലബ്ധപ്രണാശത്തിലെ 5-ാമത്തെ കഥയാണ്. കുശവന്റെ അപേക്ഷയനുസരിച്ച് രാജാവ് പറഞ്ഞ സിംഹം വളർത്തിയ കുറുക്കന്റെ കഥയാണിത്. ഒരിടത്ത് ഒരു സിംഹവും ഭാര്യയും വസിച്ചിരുന്നു. അവർക്ക് 2 ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു. ഒരു ദിവസം സന്ധ്യ വരെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ടും സിംഹത്തിന് ഒരു ജീവിയെയും ഭക്ഷണത്തിന് വകയായി കിട്ടിയില്ല. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവന് വളരെ ചെറിയൊരു കുറുക്കൻ കുഞ്ഞിനെ കിട്ടി. ഇത് വെറും ഒരു കുഞ്ഞു മാത്രമാണല്ലോ എന്നു കരുതി അവൻ അതിനെ വേദനിപ്പിക്കാതെ കൊണ്ടുപോന്ന് ഭാര്യയുടെ മുന്നിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കുറുക്കൻ കുഞ്ഞിനെ അല്ലാതെ മറ്റൊരു ജീവിയെയും എനിക്കിന്ന് കിട്ടിയില്ല. കുഞ്ഞല്ലേ എന്ന് കരുതി ഞാൻ ഇവനെ കൊന്നില്ല. എന്തായാലും ഇപ്പോൾ നീ ഇതിനെ തിന്നുകൊള്ളുക. നാളെ ഞാൻ മറ്റു വല്ലതിനെയും കൊണ്ടുവന്ന് തരാം. അത് കേട്ട് ഭാര്യ പറഞ്ഞു, ഇവൻ കുഞ്ഞാണെന്ന് കരുതി അങ്ങ് കൊല്ലാൻ മടിച്ചു. പിന്നെ ഞാൻ എൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി ഇവനെ എങ്ങനെ കൊല്ലും? ഏതായാലും ഇവൻ നമ്മുടെ 3-ാമത്തെ മകനായി വളരട്ടെ. അവർ കുറുക്കൻ കുഞ്ഞിനെയും സിംഹക്കുട്ടികളുടെ കൂട്ടത്തിൽ വളർത്തി. ഒരേ ഭക്ഷണവും ഒരേ കളികളുമായി 3 കുഞ്ഞുങ്ങളും കുട്ടിക്കാലം കഴിച്ചു. വേറെ വംശത്തിൽപ്പെട്ടവരാണെന്ന് തമ്മിൽ അറിഞ്ഞതേയില്ല. ഒരു ദിവസം 3 പേരും കൂടി കാട്ടിൽ കൂടി നടക്കുമ്പോൾ ഒരാന എതിരെ വന്നു. ആനയെ കണ്ടപ്പോൾ സിംഹക്കുട്ടികൾ 2 പേരും ക്രുദ്ധരായി നേരിട്ട് ഓടിച്ചെന്നു. അപ്പോൾ കുട്ടിക്കുറുക്കൻ വിലക്കി, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ആന നമ്മുടെ കുലശത്രുവാണ്. അവൻ്റെ നേർക്ക് ഒരിക്കലും ചെല്ലരുത്. ഇത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞ് വീട്ടിലേക്കോടി. അത് കണ്ടപ്പോൾ ഉത്സാഹം നശിച്ച് സിംഹക്കുട്ടികളും വീട്ടിലേക്ക് മടങ്ങി. അവർ വീട്ടിലെത്തി അച്ഛനോട് സഹോദരന്റെ ഭീരുത്വത്തെപ്പറ്റി കളിയാക്കി ചിരിച്ചു തുടങ്ങി. കുട്ടിക്കുറുക്കൻ അത് കേട്ട് കുപിതനായി അവരെ ശകാരിച്ചു. അപ്പോൾ അമ്മ സിംഹം അവനെ തനിയെ വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും അവരെ ശകാരിക്കരുത്. അവർ നിന്റെ സഹോദരന്മാരല്ലേ? എന്നിട്ടും കുറുക്കന് ദേഷ്യമടങ്ങിയില്ല. അവൻ പറഞ്ഞു, ഞാൻ ശൂരനല്ലേ, അഭ്യസ്തവിദ്യനുമാണ്, സുന്ദരനുമാണ്. എന്തിലാണ് എനിക്കിവരെക്കാൾ ഒരു കുറവുള്ളത്? എന്നിട്ടും എന്നെ പുച്ഛിക്കുന്ന ഇവരെ ഞാൻ കൊന്നുകളയും. അത് കേട്ട് അമ്മ സിംഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ശൂരനും അഭ്യസ്തവിദ്യനും സുന്ദരനുമാണ്. എന്നാൽ നീ ജനിച്ച കുലത്തിലുള്ളവർക്ക് ആനയെ കൊല്ലാൻ കഴിവില്ലെന്ന് മാത്രം. ഉണ്ണി, നീ കുറുക്കന്റെ മകനാണ്. ഞാൻ ദയ വിചാരിച്ച് നിന്നെ വളർത്തി വലുതാക്കിയതാണ്. എൻ്റെ മക്കൾ ഇതുവരെയും നീ കുറുക്കനാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവർ അക്കാര്യം മനസ്സിലാക്കും മുമ്പ് നീ സ്വജാതിയിൽപ്പെട്ടവരുടെ കൂടെ കൂടിക്കോ. ഇല്ലെങ്കിൽ നിനക്ക് മരണം നിശ്ചയമാണ്. അമ്മ ഇത്രയും പറഞ്ഞപ്പോൾ കുറുക്കന് കാര്യം മനസ്സിലായി. അവൻ ആരും കാണാതെ പോയി സ്വജാതിക്കാരുടെ കൂട്ടത്തിൽ ചേർന്നു. കഥ അവസാനിപ്പിച്ച രാജാവ് കുശവനോട് പറഞ്ഞു, കുശവനാണെന്ന് രാജപുത്രന്മാർ ധരിക്കും മുമ്പ് നീ ഉടനെ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ അവർ നിന്നെ കൊന്നുകളയും. രാജാവ് ഇത് പറഞ്ഞ ഉടനെ കുശവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കഥ അവസാനിപ്പിച്ച കുരങ്ങൻ പറഞ്ഞു, കാര്യഗൗരവം ഗ്രഹിക്കാതെ സത്യം പറയരുതെന്നാണ് ശാസ്ത്രം. നീ ഒരു പെണ്ണിന് വേണ്ടി എന്നെ കൊല്ലാൻ ഒരുങ്ങിയില്ലേ? അത്തരത്തിലുള്ള പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. തുടർന്ന് കുരങ്ങൻ പറഞ്ഞ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. ലബ്ധപ്രണാശത്തിലെ 5-ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.